ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേ അച്ഛന് നിങ്ങളിൽ ദൈവത്തിന് സ്തുതി. മനുഷ്യ സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിന് വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പ്രതീക്ഷിച്ചു വന്നിരിക്കുന്ന ഈ ദാസനെ അങ്ങ് രാജ്യഗണത്തിൽ കാട്ടരുവി തിരിച്ചടക്കുന്ന കലമാനെ പോലെ കർത്താവെ ഞാൻ അങ്ങേ തേടുന്നു. ജലത്താലും ആത്മാവിലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ജീവിക്കുന്ന ദൈവമേ, ഞാൻ അങ്ങേക്കായി ദാഹിക്കുന്നു. എനിക്ക് എപ്പോൾ അങ്ങയുടെ മുഖം ദർശിക്കാനാകും? അങ്ങയുടെ ശക്തമായ സംരക്ഷണത്തോടെ ഞാൻ ദൈവോത്ഥാനത്തിൽ പ്രവേശിക്കും. സ്തുതികീർത്തനങ്ങൾ കേട്ട് അനേകർ ആനന്ദിക്കും. എന്റെ ആത്മാവേ, നീ എന്തിന് ആകുലപ്പെടുന്നു? നീ എന്തിന് മോഹമായിരിക്കുന്നു? നീ ദൈവത്തെ കാത്തിരിക്കുക. എന്റെ രക്ഷകനും ദൈവമായവനെ ഞാൻ വീണ്ടും സ്തുതിക്കും. എന്റെ ആത്മാവ് ദുഃഖിതമായിരിക്കുന്നു. യോർദാൻ ദേശത്തും ഹെർമോനിലും മിസാറിലും ഞാൻ അങ്ങയെ അനുസ്മരിച്ചു. കർത്താവ് പകൽ തന്റെ കാരുണ്യം വർഷിക്കുന്നു. രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ ദൈവത്തെ കാത്തിരിക്കുക. എന്റെ രക്ഷകനും ദൈവമായവനെ വീണ്ടും ഞാൻ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജലത്താൽ ആത്മാവിലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തും, മറ്റുള്ള നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്നല്ല ചെയ്ത കർത്താവേ, നിന്റെ കരുണീയ വാഗ്ദാനം ഈ ദാസനിൽ പൂർത്തിയാക്കണം. കഴിയ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ ഭൗതിക ശരീരത്തിലെ അവയവമായി തീരുന്ന ഈ ദാസൻ പുതാശകളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികവുമായ വളരാനിടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ദാസനോടത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാപത്തിന്റെ അടിമത്തിൽ നിന്ന് മോചിതനാകാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നഥാനയേൽ മുദ്രിതനായിരിക്കുന്നു. അങ്ങനെ സ്നേഹത്തിൽ വരവുകയും അങ്ങനെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാവിനെ പ്രകാശിക്കുകയും ചെയ്യുമ്പോൾ സർവ്വത്തിന്റെ പ്രതിഷ്ഠാനങ്ങളിൽ ചേരിക്കുവാൻ ഞങ്ങൾക്ക് സർവ്വസൗഭാഗ്യങ്ങൾ നന്മകൾ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരം സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാവരുടെയും സൃഷ്ടാവാണോ സകലത്തിന്റെയും നാഥായ നയിക്കും. സർവാധിപനം കർത്താവേ, സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ആത്മാവിനെ രക്ഷിക്കുന്നവരും ജീവിതത്തിൽ വായിക്കുന്നവരുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മാമോദിസ സ്വീകരിച്ചിരിക്കുന്ന നാം എല്ലാവരും അവന്റെ മരണത്തിലേക്കാണ് മാമോദിസ സ്വീകരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. അങ്ങനെ മരണത്തിലേക്കുള്ള മാമോദീസയാൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. അത് മിശിഹ മരിച്ചുവെന്ന് പിതാവിന്റെ മഹത്വത്താൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുമയിൽ നടക്കേണ്ടതിനാണ്. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടെ നാം ഏകീഭവിച്ചെങ്കിൽ നാം ഉത്ഥാനത്തിനോട് ആകും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപകരമായ ശരീരം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നെന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം മിശിഹായുടെ കൂടെ മരിച്ചെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്ത മിശിഹ ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണം ഇനിമേൽ അവനെ ഭരിക്കുകയില്ല. എന്നാൽ അവൻ മരിച്ചു, പാപത്തിന് അവൻ എന്നേക്കുമായി മരിച്ചു. എന്നാൽ അവൻ ജീവിക്കുന്നു, ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തിന് മരിച്ചവരാണെന്നും ഈശോമിശിഹായിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലോരാശയമെന്നതായി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിന്റെ മുമ്പിൽ കീർത്തനം അതുവായി ഞാനത് വിട്ടിടട്ടെ. ഏറ്റമരുന്നതപൂരിതനാം കവി കണ്ടൂരിക പരിശുദ്ധാത്മാവിനും സ്തുതി വരട്ടെ. ആദി മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമ്മുടെ പരിസേനയിൽ നിക്കോദേമോസ് എന്ന പേരുള്ള ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി ഈശോയുടെ അടുത്ത് വന്ന് പറഞ്ഞു, പ്രഭു, ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെ ഇല്ലെങ്കിൽ ഒരുവനും അങ്ങ് ചെയ്യുന്ന അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ഈശോ നിക്കോദേമോസിനോട് പറഞ്ഞു, സത്യം സത്യമായ ഞാൻ എന്നോട് പറയുന്നു, വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിൽ ഒരുവനെ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദേമോസ് ഈശോയോട് ചോദിച്ചു, പ്രായമായ മനുഷ്യനെ എങ്ങനെ ജനിക്കാൻ സാധിക്കും? അമ്മയുടെ അടുത്ത് വീണ്ടും പ്രവേശിച്ച് അവൻ ജനിക്കാൻ കഴിയുമോ? ഈശോ പ്രതിവചിച്ചു, സത്യസത്യമായ ഞാൻ എന്നോട് പറയുന്നു, ജലത്താലും ആത്മാവാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് വിസ്മയിക്കേണ്ട. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു. എന്നാൽ അതെവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. അതുപോലെയാണ് ആത്മാവിൽ ജനിക്കുന്ന ഏത് വ്യക്തിയാണ്. മാമോദീസ വഴി ദൈവത്തിനായി തീരുന്ന ഈ ശിശുവിനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. ജലത്താലും ആത്മാവിനാൻ ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ലെന്ന് അരുളിച്ചത് കർത്താവേ, മാമോദീസയിൽ വീണ്ടും ജനിച്ച ദൈവപുത്രനാകാനുള്ള അവരം ഈ ശിശുവിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നദിയിൽ മാമോദിസ സ്വീകരിച്ച് വിനയത്തിന്റെ മാതൃക കാണിച്ചെന്ന കർത്താവേ, ദൈവഹിതം നിറവേറ്റി ജീവിക്കാനുള്ള കൃപാവരം ഈ ശിശുവിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത കർത്താവേ, പാപത്തിന് മരിച്ച് നവജീവൻ പ്രാപിക്കുന്ന ഈ ശിശുവിനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആലയമായി തീരാൻ ആഗ്രഹിച്ച് നിന്റെ പക്കലെത്തിയിരിക്കുന്ന ഈ ശിശുവിനെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെ അംഗമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ശിശുവിനെ ആത്മീയവും ഭൗതികമായ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയുമാകും വിധം ഈ ശിശുവിനെ വളർത്താൻ ആവശ്യമായ കൃപാവരം ഈ ശിശുവിന്റെ മാതാപിതാക്കൾക്കും ജ്ഞാനസ്നാന മാതാപിതാക്കൾക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഈശോയുടെ സഭ മുഴുവനെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധപിതാവുമാർ ലിയോ 14 പാപ്പായി, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലിത്തായി, ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ ഔസേപ്പ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സംരക്ഷിക്കണമേ. അങ്ങനെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ജീവിതകാലം അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണം. തിരുനാമം സീമാതീത മഹത്വം നാം സാദരമെന്നും കീർത്തിക്കാം. പാതയൊരുക്കാനാഗതനാം യോഹന്നാനിൽ നിന്നീശോ യോർദാൻ നദിയിൽ വിനയമോ. സഹോദരൻ, ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധ മാമോദീസയുടെ പരികർമ്മത്തിനൊരുക്കമായി കാർമികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ഒന്ന് മൗനമായി പ്രാർത്ഥിക്കാം. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ദൈവമേ, യോർദാനിൽ വെച്ച് മാമോദിസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ ഇറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവസിക്കുന്ന ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പൗത്രീകരിക്കപ്പെട്ട് അങ്ങേ സ്തുതിയും ബഹുമാന കൃതജ്ഞതയും സമർപ്പിക്കാൻ ഞങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസയുടെ ആത്മാവിന് നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ ഉദരമായി തീരുവാൻ ഈ ജലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നഥാനയേൽ വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വിശുദ്ധ ദിവസത്തോടെ തന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ തന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹാ നിനക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. ആമേൻ. മാമോദീസയുടെ ദൈവമാനായി തീർന്ന പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്കായി കാത്തിരിക്കുന്ന ഈ ദാസന് വേണ്ടി കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. അങ്ങയുടെ ചൈതന്യത്താൽ നിറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കാനും എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഈ മകനെ ശക്തനാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൽ ഈ മകനെ വളർത്തുന്ന മാതാപിതാക്കളെയും ഗുരുജനങ്ങളെ ഉപകാരികളെയും അങ്ങയുടെ അരൂപിയാൽ പൂരിതമാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഈ മകനെ നിറയ്ക്കണമേ. ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഈ ദാസൻ വളരുവാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങയെ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളിൽ അങ്ങനെ ആശ്രയിക്കുവാനും ഈ ദാസൻ ശക്തനാകട്ടെ. ലോകത്തിൽ അങ്ങനെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ഈ മകനെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗ്ഗവാ
അന്ധകാരവിരിപ്പുമാറ്റിടും ചന്ദ്രമേറുന്ന ദീപമേ, കേഴുവാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ, പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ, ദിവ്യഗാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പ്രിയ സഹോദരരെ, പരിശുദ്ധാത്മാവിന്റെ കൃപാപര പൂർണ്ണതയാൽ കാർമികൻ ഈ ദാസനെ മുദ്രനാക്കാൻ തുടങ്ങുന്നു. അതിനൊരുക്കമായി അദ്ദേഹം തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തിയ അങ്ങനെ അനന്ത കാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്ലീഹന്മാരുടെയും മറ്റു പിൻഗാമികളുടെയും കയ്യൊപ്പ് വഴി പരിശുദ്ധാത്മാവിന്റെ ദാനം ഇന്നും സഭയിൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് ഈ ദിവ്യദാനം അങ്ങയുടെ ദാസന് നൽകുന്നതിന് എളിയവനായ എന്നെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മാമോദീസയുടെ പൊതുജന്മവും വിശ്വയുടെ മാമോദീസയുടെ അംഗത്വവും നിത്യജീവിതത്തിലുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസനെ മുദ്രിതനാക്കണമേ. പിതാവെ എന്ന് അങ്ങേ വിളിക്കുവാൻ പുത്രസ്വീകരണത്തിന് ആത്മാവിനെ ഈ ദാസന് നൽകണമേ. കൈവെപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷി വഹിക്കുന്ന ധീരപടാളിയും സഭയുടെ വിശ്വസദാസനുമായി ജീവിക്കുവാൻ ഈ മകനെ ശക്തനാക്കണമേ. അങ്ങനെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സാമ്പത്തിയും ആത്മസംയോജനയും ഞങ്ങളിൽ നിറയട്ടെ. അങ്ങനെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസനിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങനെ പ്രിയവൃത്തനും പരിശുദ്ധാത്മാവനും സ്തുതിയും പുകഴ്ചയും ആരാധനയെ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദിസ സ്വീകരിച്ച നഥാനിയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ദാസൻ സ്വീകരിച്ച ജീവിതായകമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാപരപൂർണ്ണതയും ഈ ദാസൻ ആരംഭിച്ചിരിക്കുന്ന ജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ ദാസനെ സംരക്ഷിക്കട്ടെ. വിശുദ്ധ ദിവ്യപരിമളം ജീവിതത്തിലൂടെ ചില പ്രസരിപ്പിക്കുവാൻ ഈ ദാസനിടയാക്കുകയും ചെയ്യട്ടെ. ആത്മീയാനന്ദത്തിൻ്റെയും നിത്യസൗഭാഗ്യത്തിൻ്റെയും അടയാളമായി നഥാനിയേൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. ജോർദാൻ നദിയിൽ ദൈവസുതൻ മാമോദീസ മുങ്ങുമ്പോൾ വിണ്ണിൻ വാതിൽ തുറക്കുന്നു, വാഴ്ത്തിപ്പാടാം തിരുനാമം. ദൈവത്തിൻ പ്രിയപുത്രനിതാ സംപ്രീതൻ ഞാനീസുതനിൽ, പാവനനാദം മുഖരിതമായി വാഴ്ത്തിപ്പാടാം തിരുനാമം. പുതുജന്മത്തിൽ ജീവജലം ആത്മവിശുദ്ധി പകർന്നരുളും, മേഘപദത്തിൽ വെൺപ്രാവായി പാവനരൂപനിറങ്ങുന്നു. മാമോദീസയുടെ ദൈവത്തിനായി തീർന്ന ഈ ശിശുവിനോടുകൂടെ നമുക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പാപങ്ങൾ നീങ്ങുന്ന ദിവ്യജ്ഞാന ഈശ്വരന്റെ രക്തത്താൽ ഈ ശിശുവിനെ അങ്ങ് കഴുകി വിശദീകരിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശ്വരന്റെ വാഗ്ദാനം ഈ ദാസൻ നിറവേറ്റുന്ന ഞങ്ങൾ അങ്ങേയെന്ന് പറയുന്നു. അങ്ങേ മകനെ വിശുദ്ധമാക്കപ്പെട്ട പ്രകാശിയും പരിശുദ്ധാത്മാവിന്റെ കൃപാവത്താൽ സമ്പന്നമാക്കിയതിനെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദാസൻ സത്യത്തിലും ആത്മാവിലും അങ്ങേ മഹത്വം അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ഞങ്ങളുടെ പിതാവായ മാർത്തോമാസ്ലീഹായുടെയും രക്തസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും പ്രാർത്ഥന ഈ ശിശുവിനെ സഹായിക്കുമാറാകട്ടെ. ഈ ശിശുവിന്റെ നാമത്തിന് കാരണപ്പെടുന്നതായ ജീവിതമാകുന്ന ദാസന് വഴികാട്ടിയാലും ചെയ്യട്ടെ. സകലത്തിന്റെയും നാമത്താൽ നയിക്കും. മാമോദീസ പദവിയിലെ നമ്മെ ഉയർത്തിയ
ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ക്രിസ്തുവിന്റെ വിശ്വസ്തപുത്രനായി ജീവിക്കുവാൻ അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നീ എന്നും സുശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുന്ന ധീരപ്രേക്ഷിതനായി തീരട്ടെ. നീ സ്വീകരിച്ച ശരീരങ്ങൾ നിത്യജീവത്തിന് അച്ചാരമായി ഭവിക്കട്ടെ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സൗഭാഗ്യത്തിന് അവകാശമായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകി അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിനെ സേവന മാതൃകമായി തീരുവാൻ ദൈവം നിന്നെ യോഗ്യനാക്കട്ടെ. ഈ തിരുവനന്തപുരത്ത് എല്ലാവരെയും ദൈവസമൃദ്ധമായി ഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ സ്നേഹനാവേ. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നിതാ തേടുന്നമ്മേ. ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. അൾത്താരയിൽ പൂജ്യ ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉള്ളിൽ പുതുജീവനാളം തെളിച്ച് നാവിൽ തിരുനാമമന്ത്രം ജപിച്ച് ഉള്ളിൽ പുതുജീവനാളം തെളിച്ച് നാവിൽ തിരുനാമമന്ത്രം ജപിച്ച് കയ്യിൽ ജീവിത ക്രൂശും പിടിച്ച് കർത്താവിനെ കാത്തു നിൽക്കുന്നു ഞങ്ങൾ. കയ്യിൽ ജീവിത ക്രൂശും പിടിച്ച് കർത്താവിനെ കാത്തു നിൽക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
മോചനം പാധേയമായി നൽകണേ. ആരാധ്യനാഥനെ പാടി സ്തുതിക്കാൻ നാവിൽ നവഗാനം പകർന്നു നൽകൂ. ആരാധ്യനാഥനെ പാടി സ്തുതിക്കാൻ നാവിൽ നവഗാനം പകർന്നു നൽകൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുവോസ്തിരൂപനായി മാറുന്ന നേരം തിരുമുൻപിലർപ്പിക്കും കാഴ്ചകളെ. തിരുവോസ്തിരൂപനായി മാറുന്ന നേരം തിരുമുൻപിലർപ്പിക്കും കാഴ്ചകളെ. കനിവോടെ സ്വീകരിച്ചീദാസരെ നീ കന്മഷഹീനരായി മാറ്റേണമേ. കനിവോടെ സ്വീകരിച്ചീദാസരെ നീ കന്മഷഹീനരായി മാറ്റേ